പരിശുദ്ധ പാത്രീസ് ബാവ തിരുമനസ്സിലെ ശ്ലൈഹിക പ്രതിനിധി അഭിനന്ദ പിതാവായ മോർ സേവറിയോസ് മൽക്കിമുറ തിരുമേനി, ഈ യോഗത്തിന്റെ അധ്യക്ഷൻ അഭിനന്ദ പിതാവായ മോർ ഫെലിക്സിനോസ് തിരുമേനി, വേദിയിൽ വന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന അഭിനന്ദരായ എല്ലാ പിതാക്കന്മാരുമേ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ജനപ്രതിനിധികളെ, വിശിഷ്ട അതിഥികളെ, ഈ തീർത്ഥയാത്രയിൽ കാൽനടയായി മൈലുകളോളം നടന്ന് ദിവസങ്ങളോളം നടന്ന് ഇവിടെ കടന്നെത്തിയിരിക്കുന്ന ദൈവമക്കളെ, മഹാപരിശുദ്ധനായ ഓമല്ലൂർ ബാവായുടെ 77ാമത് ശ്രാദ്ധ പെരുന്നാളിൽ സംബന്ധിക്കുവാൻ നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. കഴിഞ്ഞ 77 വർഷങ്ങളും ഇതുപോലെ കാൽനടയായി ദൈവമക്കൾ ഈ ശ്രാദ്ധ പെരുന്നാളിൽ വന്ന് സംബന്ധിച്ചിട്ടുണ്ട്. ആദ്യത്തെ കാൽനട തീർത്ഥയാത്ര മണിയഡ് സെന്റ് കുര്യാക്കോസ് പള്ളിയിൽ നിന്ന് ആരംഭിച്ചപ്പോൾ അതിൽ സംബന്ധിച്ചത് 7 പേരായിരുന്നു. എന്നാൽ ഇന്ന് ഏതാണ്ട് 12ലധികം കിലോമീറ്റർ നീളത്തിൽ ആളുകൾ നടക്കുവാൻ തക്കവണ്ണമുള്ള അതിവലിയ ഒരു തീർത്ഥയാത്രയായി, ഒരുപക്ഷെ ലോകത്ത് മറ്റെങ്ങും കാണുവാൻ സാധിക്കുന്നതിനേക്കാൾ വലിയ തീർത്ഥയാത്രയായി, 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ തീർത്ഥയാത്രയായി ഇത് വളർന്നിരിക്കുകയാണ്. എത്രയും ബഹുമാനപ്പെട്ട മന്ത്രി ഓർമ്മിപ്പിച്ചതുപോലെ ഓരോ വർഷവും ഈ തീർത്ഥയാത്രയിൽ സംബന്ധിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. മലയക്കുരിശ് ദേറായിൽ നിന്ന് നാളെ വിശുദ്ധ കുർബാനയ്ക്ക് എല്ലാ വർഷവും ഓരോ ബസ് വരാറുണ്ട്. ഈ വർഷവും പതിവനുസരിച്ച് ബസ് ബുക്ക് ചെയ്തു. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ബസ്സിനേക്കാൾ അധികം ആളെന്ന് കണ്ടപ്പോൾ രണ്ടാമത്തെ ബസ് ബുക്ക് ചെയ്തു. ഇന്നലെ ഞാൻ തീർച്ചയായും തീർത്ഥയാത്രയിൽ സംബന്ധിക്കുന്ന ആളുകളോട് ഒരുമിച്ചായിരിക്കാൻ തക്കവണ്ണം തിരുവല്ലായിൽ വന്നു ചേരണമെന്ന് ആഗ്രഹിച്ചു. മിനിങ്ങാവുന്ന കോട്ടയത്ത് വന്നു ചേരണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ ആ സമയത്ത് തീർത്ഥയാത്രയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സൺഡേ സ്കൂൾ അധ്യാപകർ പറഞ്ഞു, ഒരു ബസ് കൂടെ ഉണ്ടെങ്കിലേ കാര്യം നടക്കും. ഇതെല്ലാ പള്ളികളുടെയും കാര്യമാണ്. എന്തുകൊണ്ടാണ് ഈ പരിശുദ്ധന്റെ പെരുന്നാളിന് ഇതുപോലെ ആളുകൾ ഓടിക്കൂടുന്നത്? ആ വിശുദ്ധൻ ജീവിച്ചിരുന്നപ്പോൾ തന്നെ ജീവിത വിശുദ്ധി കൊണ്ട് തന്റെ ജീവിതത്തെ പരിശുദ്ധ സഭയെ ധന്യമാക്കിയ പിതാവാണ്. അനേക ആളുകൾക്ക് ഈ കബറിങ്കിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിന് മറുപടി ലഭിക്കുന്നു, രോഗശാന്തി ലഭിക്കുന്നു, സാമ്പത്തിക ക്ലേശങ്ങൾ നീങ്ങിക്കിട്ടുന്നു, പല വിധത്തിലുള്ളതായ അനുഗ്രഹത്തെ അനുഭവങ്ങളുണ്ടാകുന്നു. ഈ വർഷത്തെ തീർത്ഥയാത്ര പോരുമ്പോഴും മലയക്കുരിശ് ദേറായിൽ പല പ്രാവശ്യവും ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു അനുഭവമുണ്ട്. മലയക്കുരിശ് ദേറായുടെ താഴെ സൺഡേ സ്കൂൾ ഓഫീസിനും കോൺവെന്റിനും മലയക്കുരിശ് ദേറായ്ക്കും ഇടയിലായി പാടത്തിന്റെ കരയിൽ ഒരു കുരിശുപള്ളി കാണാം. ആ കുരിശുപള്ളി മലയക്കുരിശ് ദേറായിക്ക് പണിത് തന്നിട്ടുള്ള ഒരു കുരിശുപള്ളിയാണ്. എരമത്ത് മത്തായി ചേട്ടന് കുരിശുപള്ളി പണിത് ദേറായിക്ക് തരുന്നതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട്. ആ കുരിശുപള്ളി ഇരിക്കുന്നതായ സ്ഥലത്ത് മഹാപരിശുദ്ധനായ മഞ്ഞിനിക്കര കാലം ചെയ്ത പരിശുദ്ധനായ ഓമല്ലൂർ ബാവ പുത്തൻകുരിശ് പള്ളി സന്ദർശിച്ച് 1931 മലയക്കുരിശ് ദേറ സന്ദർശിപ്പാനായി കാൽനടയായിട്ട് നടന്നു വരികയാണ്. ആ പരിശുദ്ധനതിലെ കടന്നു വന്നപ്പോൾ അവിടെ സമീപത്ത് താമസിക്കുന്ന എരമത്തെ മത്തായി ചേട്ടൻ തന്റെ വീടിന്റെ താഴെ തോടിന്റെ കരയിലായി പാടത്തോട് ചേർന്ന സ്ഥലത്ത് 1 സെന്റ് സ്ഥലം നന്നായി വൃത്തിയായി ചെത്തി കിളച്ച് വൃത്തിയാക്കി അതിലെ പുല്ലെല്ലാം കളഞ്ഞ് അതിൽ പടുത വിരിച്ച് അതിലൊരു കസേരയിട്ട് ആ കസേരയിൽ വെള്ളം വിരിച്ച് സൂക്ഷിച്ചു. ബാവാതിരുമേനി നടന്നു വരുന്ന വഴിയാ. ചെറിയ ഈ ക്രമീകരണം കണ്ടപ്പോൾ കൂടെയുണ്ടായിരുന്ന പിതാക്കന്മാരോട് ബാവ ചോദിച്ചു, ഇത് നമുക്ക് വേണ്ടി ക്രമീകരിച്ചതാണെന്ന് തോന്നുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഉടനെ കൂടെയുണ്ടായിരുന്ന അന്ന് പരിശുദ്ധ പാത്രീസ് ബാവായുടെ കൂടെ ആയിരുന്ന ഔഗേൻ തീമോത്തിയോസ് മെത്രാപ്പോലീത്ത ബാവായോട് ഇങ്ങനെ പറഞ്ഞു, ഈ വീട്ടിലെ മത്തായി എന്ന് പറയുന്ന ആൾക്ക് അത് അദ്ദേഹത്തിന്റെ ബന്ധുവാണ്. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. ഈ വീട്ടിലെ മത്തായി എന്ന് പറയുന്ന ആൾക്ക് ബാവായുടെ ഒരു സങ്കടം ബോധിപ്പിക്കുവാനുണ്ട്. ഔഗേൻ തീമോത്തിയോസിന്റെ അമ്മ വീടാണ് അവിടെയുള്ളത്, സ്വന്തത്തിൽപ്പെട്ട കുടുംബമാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ വലിയ സങ്കടം തീർക്കുവാൻ ഔഗേൻ തീമോത്തിയോസ് മെത്രാച്ചന് സാധിച്ചില്ല. അന്ത്യോഖ്യയുടെ പാത്രീസ് ബാവായോട് ആ സങ്കടം പറയുവാനായി അദ്ദേഹം തയ്യാറായി. പരിശുദ്ധ പാത്രീസ് ബാവ എഴുന്നള്ളി വന്ന കസേരയിൽ ഇരുന്നിട്ട് മത്തായിയോട് ചോദിച്ചെന്ത് വേണം?
ഔഗേൻ തീമോത്തിയോസ് മെത്രാപ്പൊലീത്ത തർജ്ജമ ചെയ്തു കൊടുത്തു. മത്തായി കണ്ണുനീരോടെ മുട്ടിന്മേൽ വന്ന് പരിശുദ്ധ പാത്രികീസ് ബാവയുടെ മുൻപിൽ നിന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായി, കുഞ്ഞുങ്ങളില്ല എന്ന് പറഞ്ഞു. ഉടനെ ബാവ ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, അബ്രാഹാമിന് വാർദ്ധക്യത്തിൽ മക്കളെ നൽകിയ ദൈവം നിനക്കും വാർദ്ധക്യത്തിൽ മക്കളെ നൽകും. ആ വാക്കുകൾ അച്ചട്ടായിട്ട് ഫലിച്ചു. പിറ്റേ വർഷം അദ്ദേഹത്തിന് കുഞ്ഞുങ്ങളുണ്ടായില്ല. വർഷങ്ങൾ പലത് കഴിഞ്ഞു. മത്തായി ചേട്ടൻ അന്ന് കാണുന്നതിനേക്കാൾ വാർദ്ധക്യമെത്തിയപ്പോൾ അദ്ദേഹത്തിന് ഒരു മകനുണ്ടായി. ആ മകൻ ഏലിയാസ് എന്ന് പേർ വിളിച്ചു. ഏലിയാസ് തുടർന്ന് പുരോഹിതനായി. അദ്ദേഹം ഇപ്പോൾ അമേരിക്കയിലെ ഡാലസ് പള്ളിയുടെ വികാരിയാണ്. പരിശുദ്ധ പാത്രികീസ് ബാവായുടെ അനുഗ്രഹം ലഭിച്ച ഒരു കുടുംബമാണത്. അന്ന് ബാവായി ഇരുന്നതായ സ്ഥലത്ത് അവരൊരു കുരിശുപള്ളി പണി തീർത്ത് അത് മലയക്കുരിശ് ദേറായിക്ക് സംഭാവനയായി തന്നു. കാരണം മലയക്കുരിശ് ദേറ അന്ത്യോഖ്യ സിംഹാസനത്തിന്റെ വകയാണ്. അതുകൊണ്ട് ദേറായിലേക്ക് ആ സ്ഥലം എഴുതിക്കൊടുത്തു. ബാവായി ഇരുന്ന കുടുംബത്തെ അനുഗ്രഹിച്ച സ്ഥലത്ത് ആ കുടുംബത്തിൽ തുടർന്ന് തോമസും യാക്കോബും എല്ലാം ബാവായുടെ അനുഗ്രഹത്തിന്റെ ഫലമായുണ്ടായ മക്കളാണ്. ഇന്ന് അനുഗ്രഹമുള്ളൊരു തലമുറയായി, ഒരു കുടുംബമായി ആ ദേശത്ത് എരമത്ത് കുടുംബം സ്ഥിതി ചെയ്യുന്നു. ഞാനിത് ഓർമ്മിപ്പിച്ചത്, സ്നേഹിക്കപ്പെട്ടവരെ, പരിശുദ്ധ പിതാവ് ജീവിച്ചിരുന്നപ്പോൾ ഇതുപോലെ കടന്നു ചെന്ന ഓരോ പ്രദേശങ്ങളിലും ഓരോ വിധത്തിലുള്ളതായ അനുഗ്രഹങ്ങളെ കൊടുത്തിട്ടുണ്ട്. ബാവാതിരുമേനി വടക്കൻ പ്രദേശത്തുള്ളതായ സന്ദർശനം അവസാനിപ്പിച്ച് കോട്ടയത്ത് വന്ന് പുഴയുടെ കരയിൽ നിൽക്കുമ്പോൾ ഏറ്റവും സുപ്രസിദ്ധ പ്രാസംഗികനായ കെ.ടി. സക്കറിയ കോർപ്പിസ്കോപ്പാച്ചൻ നമ്മിൽ നിന്ന് കടന്നുപോയി. അദ്ദേഹം ഷമ്മാശനായിട്ട് ബാവായോട് കൂടെയുണ്ട്. അഭിനന്ദ മീഖായേൽ തിരുമേനിയുടെ ഷമ്മാശനായിരുന്നു. ആ സമയത്ത് ബാവാ തിരുമേനി കോട്ടയത്ത് നാഗമ്പടത്ത് പാലം തീർന്നിട്ടില്ല. കാലത്ത് 1931 അവസാന സമയങ്ങളിൽ ആ പാലത്തിന്റെ ആ പുഴയുടെ കരയിൽ വന്നു നിന്നപ്പോൾ വളരെ പെട്ടെന്ന് ആകാശം കറുത്തിരുണ്ടു. എത്രയും ബഹുമാനപ്പെട്ട കെ.ടി. സക്കറിയ അച്ഛൻ ആരക്കുന്നമ്പള്ളിയുടെ മദ്ബഹായിൽ നിന്ന് പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുള്ളതാണ്. ആകാശം കറുത്തുരുണ്ടു, മഴത്തുള്ളികൾ ഒന്നായി താഴെ വരുവാൻ തുടങ്ങി. ബാവ സന്തോഷത്തോടുകൂടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ നല്ല മഴ വരുന്നു. മഴയില്ലാത്ത ഒരു നാട്ടിൽ നിന്ന് വന്ന പരിശുദ്ധ പിതാവിന് വേനൽക്കാലത്തിന്റെ ചൂട് സഹിക്കാൻ പാടില്ലാത്ത കാലത്ത് ഒരു മഴ പെയ്യുന്നത് കണ്ടപ്പോൾ വലിയ സന്തോഷമായിട്ട് ബാവ പറഞ്ഞു, ഇതാ മഴ വരുന്നു. ഉടനെ കൂടെയുണ്ടായിരുന്ന മെത്രാച്ചന്മാരും അച്ഛന്മാരും പുഴയുടെ അക്കരെ ചൂണ്ടിക്കാണിച്ചു. മണർകാട് പള്ളിയിൽ നിന്നും അതുപോലെ തന്നെ പാണമ്പടി പള്ളിയിൽ നിന്നും തിരുവാർപ്പ് പള്ളിയിൽ നിന്നും തുടങ്ങിയുള്ളതായ പ്രദേശത്തുള്ള എല്ലാ പള്ളികളിൽ നിന്നും ആളുകൾ മുത്തുകൊടകളും കുരിശുമെല്ലാമായിട്ട് ബാവായെ സ്വീകരിപ്പാൻ വന്ന് നിൽക്കുകയാണ്. അവര് പറഞ്ഞു, ഇല്ല മോറാനെ, ഇപ്പോ മഴ പെയ്യരുത്. ആ ജനം ബാവായെ സ്വീകരിപ്പാൻ പ്രതീക്ഷയോടുകൂടെ നിൽക്കുന്നു. ഇപ്പോഴൊരു മഴ പെയ്താൽ അവർ ദുഃഖിതരാകുമെന്ന് പറഞ്ഞു. ഉടനെ ബാവ ചെയ്തത് കൂടെയുള്ള ജനം മുഴുവൻ കണ്ടുനിന്നു. എത്രയും ബഹുമാനപ്പെട്ട കെ.ടി. സക്കറിയ അച്ഛൻ അന്ന് ഷമ്മാശനായിട്ട് കൂടെ നിന്ന് കണ്ടതാണ്. ആ സാക്ഷ്യമാണ് അദ്ദേഹം പറഞ്ഞത്. ബാവ തന്റെ സ്ലീബായി ഉയർത്തി ആകാശത്തെ കാണിച്ചിട്ട് സുറിയാനിയിൽ 2 വാക്കുകൾ പറഞ്ഞു. ലോ മെത്രോ, മഴയരുത് എന്ന് പറഞ്ഞു. താഴേക്ക് വന്നതായ മഴത്തുള്ളികൾ അവിടെ നിന്നുപോയി. ആകാശത്ത് നിന്ന് പിന്നെ ഒരു തുള്ളി മഴ പോലും താഴേക്ക് വന്നില്ല. മഴയരുത് എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്നുപോയി. കാരണം സ്വർഗത്തിന്റെയും ഭൂമിയുടെയും താക്കോൽ പ്രാപിച്ചവനാണ് അന്ത്യോഖ്യയുടെ പാത്രിയർക്കീസായ മോറാൻമാർ ഇഗ്നാത്തിയോസ് ഏലിയാസ് തൃതീയൻ ബാവ. പ്രകൃതിയെയും പ്രകൃതി ശക്തികളുടെ മേലും അവന് സ്വർഗത്തിൽ നിന്ന് അധികാരം ലഭിക്കപ്പെട്ടിട്ടുണ്ട്. ആ അധികാരമുള്ളത് കൊണ്ടാണ് ഇന്നും ജനം എപ്പോഴും പരിശുദ്ധ മോറാനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കബറിങ്കിലേക്ക് ഓരോ വർഷവും ഒന്നിനൊന്ന് കൂടുതലായിട്ട് നടന്നു വരുന്നത്, ഒന്നിനൊന്ന് കൂടുതലായി പ്രാർത്ഥനയ്ക്ക് എത്തിച്ചേരുന്നത്. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും താക്കോൽക്കാരനായ അന്ത്യോഖ്യയുടെ പാത്രിയർക്കീസ് പ്രകൃതിയുടെ മേലും പ്രകൃതി ശക്തികളുടെ മേലും ഏതു തരത്തിലുള്ളതായ വേദന അനുഭവിക്കുന്ന ആളുകൾക്കും അനുഗ്രഹങ്ങളെ കൊടുക്കുവാൻ പ്രാപ്തനാണെന്ന് ജീവിച്ചിരുന്നപ്പോൾ തന്നെ ലോകത്തിന് കാണിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് അന്ത്യോഖ്യ എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ രക്തം തിളയ്ക്കുന്നതും നമ്മൾ ആ ബന്ധത്തോട് ചേർന്ന് നിൽക്കുവാൻ ആഗ്രഹിക്കുന്നതും. അവിടെ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും താക്കോലുണ്ട്. പക്ഷെ ഇക്കാലത്ത് പലപ്പോഴും അന്ത്യോഖ്യ പാത്രിയർക്കീസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു കൂട്ടം ആളുകൾക്ക് പലതരത്തിലുള്ള ചിന്ത വരുന്നുണ്ട്. പരിശുദ്ധ പാത്രികീസ് ബാവ തിരുമനസ്സുകൊണ്ട് ഇവിടെ എഴുന്നള്ളി വന്നത് ബഹുമാനപ്പെട്ട മന്ത്രി ഓർമ്മിപ്പിച്ചതുപോലെ ഇവിടെ ഒന്നും നേടുവാനായിരുന്നില്ല. തന്റെ വാർദ്ധക്യത്തെ മറന്ന്, തന്റെ അനാരോഗ്യത്തെ മറന്ന് പരിശുദ്ധ പിതാവ് ഇവിടെ എഴുന്നള്ളി വന്നത് ഈ സഭയിൽ സമാധാനമുണ്ടാകണമെന്ന് മാത്രം ആഗ്രഹിച്ചിട്ടാണ്.
ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം അന്ത്യോഖ്യയുടെ പാത്രിക്കീസ് ബാവ നാം എല്ലാവരും കണ്ടതാണ്. കസേരയിൽ നിന്ന് എഴുന്നേറ്റ് 10 അടി നടക്കുവാൻ ബാവായ്ക്ക് ബുദ്ധിമുട്ടുണ്ടായപ്പോൾ പോലും ഈ സഭ ആവശ്യപ്പെട്ടപ്പോൾ തന്റെ രോഗാവസ്ഥയിലും ബാവ തിരുമനസ്സുകൊണ്ട് എഴുന്നള്ളി വന്ന് ഈ സഭയെ അനുഗ്രഹിച്ചു. അവരിവിടെ നിന്നൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല, പക്ഷേ ഈ സഭയെ അവർ ജീവന്റെ അംശമായി സ്നേഹിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. പരിശുദ്ധ സഭയിലെ മക്കളെ സ്നേഹിക്കുന്ന പിതാക്കന്മാരാണ് അന്ത്യോഖ്യ സിംഹാസനമുള്ളത്. അതുകൊണ്ടാണ് നാം വിളിക്കുമ്പോൾ, നാം ആവശ്യപ്പെടുമ്പോൾ, നാം കരയുമ്പോൾ നമ്മുടെ മധ്യയ്ക്ക് അന്ത്യോഖ്യ സിംഹാസനത്തിൽ നിന്ന് എപ്പോഴും പിതാക്കന്മാർ എഴുന്നള്ളി വരുന്നത്. ഇപ്രാവശ്യം ബാവാ തിരുമേനി വന്ന സമയത്ത് നാട്ടിലുണ്ടായ കാര്യങ്ങൾ നമ്മളെല്ലാവരും കേട്ടതാണ്. എന്റെ ദൈവമേ, ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ എത്രയും ബഹുമാനപ്പെട്ട അഭിയന്റെ പിതാവായ മോർ ഫിലക്സീനോസ് തിരുമേനി പറഞ്ഞു, കോനാട്ട് മാത്തൻ മൽപ്പാനച്ചൻ അന്ത്യോഖ്യ പാത്രിക്കീസ് ബാവായുടെ ചേർന്ന് നിന്ന് ഈ സഭയുടെ ട്രസ്റ്റിയായിരുന്നുവെന്ന്. പക്ഷേ 2 തലമുറ കഴിഞ്ഞപ്പോൾ ആ കോനാട്ട് കുടുംബത്തിൽ ഒരു പീച്ചൻ കൊലച്ചിട്ട് അന്ത്യോഖ്യ പാത്രിക്കീസ് വരരുത് എന്ന് പറഞ്ഞ് കോടതിയിൽ പോകുവാൻ പോലും മടിക്കാത്ത ഒരു പുരോഹിതനായ ഒരു മനുഷ്യൻ ആ കുടുംബത്തുണ്ടായി എന്നത് ആ കുടുംബത്തിന്റെ കഷ്ടമെന്നല്ലാതെ വേറൊന്നും പറയുവാനില്ല. കഴിഞ്ഞ ദിവസം അനുഗ്രഹിക്കപ്പെട്ടവരെ സന്ദർഭവശാൽ ഓർമ്മിപ്പിക്കട്ടെ, ആലുവ തൃക്കുന്ന് സെമിനാരിയുടെ വിഷയവുമായിട്ട് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുമായിട്ടൊരു ചർച്ചയുണ്ടായിരുന്നു. ശ്രേഷ്ഠ കാതോലിക്ക ബാവ തിരുമേനി ബലഹീനായ എന്നോട് അതിനെ പോയി സംബന്ധിക്കണമെന്ന് പറഞ്ഞു. അഭിനന്ദ പിതാവായ മോർ ഗ്രിഗോറിയോസ് തിരുമേനിയോട് കൂടെ ഞാനും അതിന് പോയിരുന്ന് സംസാരിച്ചപ്പോൾ എങ്ങനെ മനുഷ്യർക്ക് ഇങ്ങനെ പറയുവാൻ സാധിക്കുമെന്ന് അറിഞ്ഞുകൂടാത്ത വിധം കഥാപ്രസംഗം പറയുന്ന ലാഘവത്തിലാണ് ഇടയനാലച്ചൻ പറയുന്നത്. വെറും കഥ പറയുന്നത് പോലെ പറയുകയാണ്. 34 ഭരണഘടനയ്ക്ക് ഇത് മുഴുവൻ ലോകവും ലോകത്തുള്ള മുഴുവനും എവിടെ കുരിശ് കണ്ടോ അതൊക്കെ 34 ഭരണഘടനയ്ക്ക് അധീനമാണെന്ന് പറഞ്ഞു. ഇപ്പൊ ആലുവയിലെ കോടതിയിൽ പറഞ്ഞല്ലോ 34 ഭരണഘടന ആലുവ സെമിനാരിക്ക് ബാധകമല്ല എന്ന്. ആലുവ തൃക്കുന്നത്ത് സെമിനാരിക്ക് 34 ഭരണഘടന ബാധകമാണെന്നും അവിടെ ശ്രേഷ്ഠ കാതോലിക്ക ബാവ പ്രവേശിക്കരുതെന്നും പറഞ്ഞ് കേസിന് പോയവരോട് 34 ഭരണഘടന ആലുവ തൃക്കുന്ന് സെമിനാരിക്ക് ബാധകമല്ല എന്ന് കോടതി വാദം കേട്ട് തിരിച്ചറിഞ്ഞ് വിധി പറഞ്ഞപ്പോൾ പിന്നൊന്നും പറയാനില്ല. ആലുവ തൃക്കുന്നത്ത് സെമിനാരിയില് തോമസ് പ്രഥമൻ ബാവ കയറി ചെന്നാൽ അവിടെ വലിയ കലാപം ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഒരു കലാപം ഉണ്ടായില്ലല്ലോ. കഴിഞ്ഞ കൊല്ലം കുറുക്കൻ കൂകുന്നത് പോലെ കൂകിക്കൊണ്ടിരുന്ന ആളുകള് കോടതി ഇടപെട്ടു എന്ന് കണ്ടപ്പോൾ, തങ്ങളുടെ കയ്യിൽ കടലാസൊന്നുമില്ല എന്ന് കണ്ടപ്പോൾ, യഥാർത്ഥ ഉടമസ്ഥനാണ് കടന്നു വരുന്നത് തിരിച്ചറിഞ്ഞപ്പോൾ അവർക്ക് പിന്നെ മിണ്ടാൻ സാധിച്ചില്ല. അടുത്ത വർഷത്തേക്ക് ഈ സർക്കാർ തീർച്ചയായിട്ടും അവിടെ ആരാധന നടത്തുവാൻ തക്കമുള്ള ക്രമീകരണം നമുക്കുണ്ടാക്കി തരുവാൻ ഇടയാകണമെന്നും വളരെ നിർബന്ധമായി ഈ സഭ ഈ സർക്കാരിനോട് വളരെ വിനയത്തോടെ ആവശ്യപ്പെടുകയാണ്. സത്യം മനസ്സിലാക്കുന്നതിൽ ഈ സർക്കാർ വളരെ മുൻപോട്ട് പോയിട്ടുണ്ട്. കാര്യങ്ങൾ തിരിച്ചറിയുന്നതിൽ കോടതി പറയും മുമ്പ് തന്നെ ഈ ജനത്തിന്റെ മേൽ സത്യമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് ഓരോ വർഷവും നമുക്ക് സൗകര്യങ്ങൾക്ക് വേണ്ടി അവരോട് സംവാദം ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ ചർച്ച ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞു. ഞങ്ങളുടെ ഒരു പിതാവ് കോതമംഗലത്തുണ്ട്. കോതമംഗലത്ത് പള്ളിയിൽ ഞങ്ങൾക്ക് കയറാൻ പറ്റണില്ല. ആലുവ തൃക്കുന്നത്ത് പള്ളിയിൽ കയറുകയാണെങ്കിൽ കോതമംഗലം പള്ളിയിൽ ഞങ്ങളെയും കയറ്റണമെന്ന് പറയും. ഇത് എവിടെ നിന്ന് വന്ന പിതാവോ ഇത്? അപ്പൊ ഞാൻ അന്നേരം അവിടെ വെച്ച് അദ്ദേഹത്തോട് പറഞ്ഞു, 90 വയസ്സിലധികം പ്രായമുള്ളപ്പോൾ അന്ത്യോഖ്യയുടെ പാത്രിയർക്കീസ് എഴുന്നേറ്റു എന്ന് പറഞ്ഞു, നീ പോയി ഇന്ത്യയിലേക്ക്. ബാറക്കുമോർ, ഞാൻ പോവുകയാണ്. ഇത് പറഞ്ഞതാണ് എൽദോ മസേലിയോസ് ബാവ എന്ന് പറയുന്നത്. 90 വയസ്സ് പ്രായമുള്ളപ്പോൾ ഇത് അഭിനന്ദ പിതാവായ മോർ സേവറിയോസ് തിരുമേനിയോട് അന്ത്യോഖ്യയുടെ പാത്രിയർക്കീസ് ബാവ പറഞ്ഞു, നീ ഇന്ത്യയിലേക്ക് പോയി ഫെബ്രുവരി മാസത്തിൽ മഞ്ഞനിക്കര പെരുന്നാൾ സംബന്ധിച്ചു പോരണം. അയ്യോ പിതാവ്, അവിടെ ഭയങ്കര ചൂടാണ്, ആവിക്കുകയാണ്. ഇതൊന്നും പറഞ്ഞില്ല, എഴുന്നേറ്റ് പോരുക ചെയ്തേ. ഇതുപോലാണ് അന്ത്യോഖ്യ പാത്രിക്കീസ് ബാവയുടെ കൽപ്പന കേട്ട് എൽദോ ബസേലിയോസ് ബാവ മലങ്കരയിലേക്ക് യാത്ര തിരിച്ചത്. അതുപോലെ യാത്ര തിരിച്ച് അന്ത്യോഖ്യ പാത്രിക്കീസ് ബാവ അതുപോലെ അനുസരിച്ചിരുന്ന ബാവ ഇപ്പോ ഞങ്ങളുടെ ബാവയാണ്. കാരണം കോതമംഗലം പള്ളിയിലെ വരുമാനം മണർകാട് പള്ളിയിലെ വരുമാനത്തിന്റെ ഒപ്പം നിൽക്കും. അതുകൊണ്ട് കോതമംഗലം പള്ളിയിലെ ഭണ്ണാരത്തിലാണ് അവരുടെ നോട്ടമുള്ളത്. അത് ഞാനവിടെ തുറന്നു പറഞ്ഞു. വലിയ ഭണ്ണാരം എവിടെ കണ്ടാലും അവിടെ ഇവർക്ക് കയറണമെന്ന് ആഗ്രഹം പറയുന്നത് സാധാരണമാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം അവരുടെ സെക്രട്ടറി എന്ന് പറയുന്ന കൊച്ചു ചെറുക്കനാണ്, ഇരുത്തക്കുറവുണ്ട്, അതുകൊണ്ടാണ്. അവൻ പറഞ്ഞു, മഞ്ഞിനിക്കര ഞങ്ങൾ വരാൻ പോവാന്ന് പറഞ്ഞു. പിന്നെ എന്നാ, ഇവിടെ മുസ്ലിങ്ങൾ വരുന്നുണ്ട്, ഹിന്ദുക്കൾ വരുന്നുണ്ട്, നാനാജാതി മതസ്ഥർ വരുന്നുണ്ട്. അവന്ന് പ്രാർത്ഥിച്ചു പോക്കോട്ടെ. പക്ഷേ അതല്ലാതെ മഞ്ഞിനിക്കരയിലേക്ക് കയറുവാനായിട്ട് ശ്രമിച്ചാൽ അതിന് ഞങ്ങൾ പ്രതിഫലം തരേണ്ട ആവശ്യമില്ല. സ്വർഗത്തിലെ ദൈവം അതിന് പ്രതിഫലം തരും. സ്വർഗത്തിലെ ദൈവം പ്രതിഫലം തരുമെന്ന് പറയുവാൻ കാരണം ഇവിടെ ഇരിക്കുന്ന ആൾ അതുപോലുള്ള ആളാണ്. പ്രകൃതിയുടെ മേലും പ്രകൃതി ശക്തികളുടെ മേലും അധികാരമുള്ളവനാണ്. സ്വർഗത്തിലെ ദൈവത്തിന്റെ വികാരിയാണ്.
ദൈവത്തിന്റെ വികാരിയായി ഭൂമിയിലിരുന്ന പരിശുദ്ധന്റെ കബറിങ്കൽ അലങ്കോലമുണ്ടാക്കുവാൻ പരിശ്രമിച്ചാൽ അത് സാധിക്കില്ല. കേറൂന്ന് പറഞ്ഞപ്പോ തന്നെ ഇപ്പൊ ദുഃഖാചരണ ദിവസങ്ങളാണ്. ഇപ്പൊ ആ സഭയ്ക്ക് ദുഃഖാചരണമാണ് ഈ ദിവസങ്ങളില്. ഇവിടെ വരൂന്ന് പറഞ്ഞതാ, മക്കളങ്ങ് പോവണ്ട, സങ്കടപ്പെട്ട് നിലവിളിച്ചിരുന്നോളാൻ പറഞ്ഞു. അതുകൊണ്ട് അബദ്ധങ്ങളൊന്നും കാണിക്കാതെ ഉള്ളത് കൊണ്ട് ഒതുങ്ങി നടക്കുക. പരുമലപ്പള്ളിയിൽ പരിശുദ്ധന്റെ കബറിങ്കൽ കയറിയിരുന്ന നുണ പറഞ്ഞൊരു അസോസിയേഷൻ കൂടി 2002 മാർച്ച് മാസത്തില് മളിമട്ടിനെ വിളിച്ചിരുത്തി കാപ്പി കൊടുത്ത് അദ്ദേഹത്തെ ഏതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി എന്തൊക്കെ എഴുതി കൂട്ടി വെച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെ വെക്കണതൊക്കെ പിഴവാണ്. ഒരു സ്ഥലത്ത് പോലും ഒന്ന് ജയിച്ചു കയറാൻ സാധിക്കണ്ടേ? അല്ലെങ്കിൽ ഇപ്പൊ ഒരു കാര്യമുള്ള കാര്യമല്ല. 25-ാം തീയതി പെരുന്നാളിന് തോമസ് പ്രഥമൻ ബാവായി 10 മെത്രാച്ചന്മാർ വന്ന് പ്രാർത്ഥിച്ച് പോട്ടെ എന്ന് വിചാരിച്ചാൽ മതി. കേട്ടരെന്ന് പറഞ്ഞ് കോടതിയിൽ പോയി വിധി മേടിച്ചുകൊണ്ട് വന്നു, ഇത് തോമസ് പ്രഥമന്റെ സ്ഥലമാണെന്ന്. വരാൻ പോണ അതാണ്. കാരണം എല്ലാ കടലാസും ബാവായുടെ കയ്യിലുണ്ട്. അത് ഗവൺമെന്റിന് കൊടുത്തിട്ടുണ്ട്, എല്ലാ പത്രമാധ്യമങ്ങൾക്കും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വെറുതെ നുണ പറഞ്ഞിട്ട് ഈ നുണ കൊണ്ട് എത്ര നാൾ നടക്കാൻ സാധിക്കും? ഈ ജനത്തെ എത്ര നാൾ ഇങ്ങനെ വഞ്ചിച്ചു കൊണ്ടു നടക്കാൻ സാധിക്കും? അതുകൊണ്ട് സ്നേഹിക്കപ്പെട്ടവരെ, അവരവരുടെ അജ്ഞതയിൽ നിന്ന് കാണിക്കുകയാണെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കാം. ഇത് അജ്ഞതയിൽ നിന്നല്ല, അഹമ്മദിയിൽ നിന്നാണ് കാണിക്കുന്നത്. അവർക്ക് സത്യം അറിഞ്ഞിട്ടും അതിനെ തിരിച്ചറിയാത്തവരെ പോലെ പ്രവർത്തിക്കുമ്പോ നമുക്ക് അതിനോട് പ്രതികരിക്കുവാൻ സമയമില്ല. നമുക്ക് സ്വർഗത്തിലെ ദൈവത്തെ നോക്കി നമുക്ക് ജീവിക്കാം. ഈ പരിശുദ്ധന്റെ ജീവിതം നമുക്ക് ജീവിതത്തിന് മാതൃകയായി തീരട്ടെ. നമ്മുടെ ഒരു പള്ളികളിൽ പോലും അവർക്ക് കയറുന്നതിന് തീർച്ചയായിട്ടും യാതൊരു വിരോധവും നമ്മൾ പറയരുത്. ഓമല്ലൂര് ബാവ ചെയ്തതുപോലെ, കോതമംഗലത്ത് ബാവ ചെയ്തതുപോലെ ചെയ്യാൻ അവർ തയ്യാറായാൽ മതി. സുപ്രീം കോടതി അത് പറഞ്ഞിട്ടുണ്ട്. 34 ഭരണഘടന മാത്രമല്ല സുപ്രീം കോടതി പറഞ്ഞത്. അന്ത്യോക്യ പാത്രീസ് ബാവ സഭയുടെ തലവനാണ്. കാതോലിക്ക സഭയുടെ കീഴ്സ്ഥാനിയാണ്. തോമായുടെ സിംഹാസനം ആലങ്കാരികമായ സിംഹാസനമാണ്. അവിടെ നിന്ന് കൃപ ഒഴുകുന്നതല്ല. അന്ത്യോക്യ സിംഹാസനത്തെ പറയുന്നത് ദ സോഴ്സ് ഓഫ് ഗ്രേസ് എന്നാണ്, കൃപയുടെ ഉറവിടമെന്നാണ്. കൃപയുടെ ഉറവിടമായിട്ട് അതിനെ കാണുന്നില്ല. അന്ത്യോക്യ സിംഹാസനത്തെ മാത്രമേ അങ്ങനെ കാണുന്നുള്ളൂ. മാർത്തോമായുടെ സിംഹാസനം ആലങ്കാരികമായ സിംഹാസനമാണ്. അങ്ങനെ ഇതൊക്കെ സമ്മതിച്ചാൽ, ഈ 3 കൂട്ടം കാര്യം സമ്മതിച്ചാൽ, എനിക്ക് തോന്നുന്നത് പിന്നെ വെല്ലിച്ചന്മാര് തോമസ് അച്ഛനൊരു പക്ഷേ സമ്മതിക്കില്ല എന്ന് പറയും, വാഴമുട്ടത്തച്ഛൻ പറയും പറ്റില്ല എന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല. ഈ 3 കൂട്ടം സമ്മതിച്ച് വന്നാൽ ദിദിമോസ് കാതോലിക്ക് ഇവിടെ കുർബാന ചെല്ലട്ടെന്നേ. അതിനെന്നെ വിരോധം? ഒരാഴ്ചക്കകത്ത് നമുക്ക് വഴക്ക് തീർക്കാമല്ലോ, പ്രശ്നം തീർക്കാമല്ലോ. സുപ്രീം കോടതി പറഞ്ഞത് ശരിയാണ്. ഇന്ത്യയുടെ സുപ്രീം കോടതി പറഞ്ഞതുപോലെ അന്ത്യോക്യ പാത്രീസ് ഞങ്ങളുടെ സഭയുടെ തലവനാണ് 1. കാതോലിക്ക എന്ന് പറഞ്ഞത് അന്ത്യോക്യ പാത്രീസയുടെ കീഴ്സ്ഥാനിയാണ് 2. തോമായുടെ സിംഹാസനം ഞങ്ങളൊരു ഭംഗിക്ക് ഉണ്ടാക്കി ഇട്ടേക്കുന്നതാണ്. 3 കൂട്ടം സമ്മതിച്ചാൽ മതി. ആ 3 കൂട്ടം അങ്ങ് സമ്മതിച്ചാൽ ഈ സഭയുടെ വഴക്ക് അപ്പോൾ തീർന്നു, അവിടെ തീർന്നു, പിന്നെ പ്രശ്നമില്ല ഇവിടെ. അതിനു പകരം അന്ത്യോക്യ പാത്രീസ് ഒന്നിച്ചുപോയി. അഭിയുന്ന പിതാവായ അത്താനാസിയോസ് തിരുമേനിയോട് ചേർന്ന് ബലഹീനായി ഞാനുമായിരുന്നു പോലീസുകാർക്ക് വേണ്ടിയിട്ട് കാറിന്റെ കൺവോയ് ക്രമീകരണങ്ങളിൽ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചത്. ഞങ്ങൾ 31 വണ്ടികൾക്ക്, പോലീസ് ജീപ്പടക്കം 31 വണ്ടികൾക്ക് നമ്പർ ഇട്ട് കൊടുത്തു. ഒരു ബാവ പോകുന്ന ആംബുലൻസ് അടക്കം എല്ലാ ക്രമീകരണങ്ങളുമായിട്ട് 31 വാഹനങ്ങളാണ് ഒഫീഷ്യൽ കോൺവോയിലുണ്ടായിരുന്നത്. പിന്നെ ആളുകളുടെ എല്ലാ വണ്ടികളും ഉണ്ട് കൂടെ. ഒരു പ്രദേശത്തോടെ പോകുമ്പോൾ നാടളകുന്നത് പോലെ പോവുകയാണ്. ബാവ വന്ന് തിരിച്ചുപോയി. ഇത് കഴിഞ്ഞപ്പോ ഒരു പാത്രികസിനെ അവർ കൊണ്ടുവന്നു. അവരിവിടെ ഒരു പാത്രികസിനെ കൊണ്ടുവന്നോട്ടെ, നല്ല കാര്യം. പക്ഷെ ഇങ്ങനെയുള്ള വൃത്തികേടൊന്നും പത്രത്തിൽ പറയരുത്. ഞാൻ ബാവ പോയി കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് മംഗളം പത്രം കാലത്തെ വായിക്കുമ്പോ അതിൽ കാണുന്നത് എന്നാണെന്നറിയാമോ? ഞങ്ങളുടെ പാത്രികീസ് വന്നിട്ട് സ്റ്റേറ്റ് ഗസ്റ്റ് ആയിരുന്നു, പക്ഷെ 6 ടാക്സി ഞങ്ങൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് വാടകയ്ക്ക് എടുത്താണ് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത്. പത്രത്തിൽ വന്നതാണ്. 6 ടാക്സി വാടകയ്ക്ക് എടുത്താണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. പക്ഷെ അത് കേട്ടപ്പോ ഗവൺമെന്റിന് അറിയാൻ പാടില്ല ഈ പാത്രികീസ് ഏതാന്ന് മനസ്സിലായില്ല. അതുകൊണ്ടാണ് ഗവൺമെന്റ് പിറ്റേ ദിവസം ഒരു വണ്ടി വിട്ടുകൊടുത്തു അത് നടക്കാനായിട്ട്. അത് ഏക്കാതെ വന്നപ്പോ പിന്നത്തെ പോയി വേറെ അതിനേക്കാൾ വലുതൊരെണ്ണം കൊണ്ടുവന്നു. നിങ്ങൾ കണ്ടല്ലേ വേറൊരെണ്ണം എന്നത്. പക്ഷെ അദ്ദേഹം ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പ് പാത്രീസോടെ അടുത്ത് ചോദിച്ചു, ഇങ്ങനെ ഇവര് പറയാനുണ്ട്, ഞാൻ എന്നാ ചെയ്യേണ്ടതെന്ന്. പക്ഷെ അന്ത്യോക്യയുടെ പാത്രീസ് ബാവയ്ക്ക് വഴക്ക് അസൂയയില്ല. ബാവ പറഞ്ഞു, തീർച്ചയായിട്ടും പിതാവ് അവിടെ പോകണം, അവിടെ ചെന്ന് കാണണം. എത്യോപ്യ പാത്രീസാണ്. അവിടെ ചെന്ന് കണ്ട് അന്വേഷിച്ച് പോരണമെന്ന് പാത്രീസ് ബാവ തിരുമനസ്സുകൊണ്ട് കൽപ്പിച്ചു. അങ്ങനെ കൽപ്പിച്ചതനുസരിച്ച് ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു, സംസാരിച്ച് തിരിച്ചുപോയി. നമ്മുടെ പാത്രീസ് ബാവ വന്ന് ഇവിടെ ഉണ്ടായിരുന്ന 10 ദിവസം എന്ന് പറഞ്ഞ കേരളത്തിന് പെരുന്നാളായിരുന്നു. കേരളത്തിന് മുഴുവൻ പെരുന്നാളായിരുന്നു.
അതുകൊണ്ടാണല്ലോ കോടതി ചെന്നപ്പോ ജഡ്ജി പറഞ്ഞത്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ പാത്രിക്കീസ് ഇവിടെ വരരുതെന്ന് പറഞ്ഞ് കേസിന് വന്നത്? അദ്ദേഹം ഇവിടെ വന്നു, അദ്ദേഹം ഈ ജനത്തിന്റെ മനസ്സ് കീഴടക്കി. എന്നിട്ട് ആ ജഡ്ജി ഓപ്പൺ കോർട്ടിൽ പറഞ്ഞു, എന്റെ മനസ്സ് കീഴടക്കി, പിന്നെ നിങ്ങൾ എന്തിനാണ് അദ്ദേഹം വരരുതെന്ന് പറയുന്നത്? ഇതുപോലൊരു നല്ല ആള് വന്നിച്ച് പോകട്ടെ. അനേകം സാമൂഹ്യ നേതാക്കന്മാര് പറഞ്ഞു, ഗുരുക്കന്മാരും പിതാക്കന്മാരുമായിട്ടുള്ള ആളുകൾ, മതഗുരുക്കന്മാര് പല രാജ്യങ്ങളിലും പോകുന്നുണ്ട്, മാതാ അമൃതാനന്ദമായി പോകുന്നുണ്ട്, ഇതുപോലെ പല വിധത്തിലുള്ളതായ ഗുരുക്കന്മാര് പല സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. അതിനൊന്നും ആരും അവിടെ ഒന്നും നോ പറയാറില്ല, വന്നിച്ചു പോട്ടെ. അന്ത്യോക്യ പാത്രീസോടെ വന്നിച്ചു പോയപ്പോ മിക്കവാറും ഓർത്തഡോക്സുകാരൊഴിച്ച് ബാക്കിയുള്ളവരൊക്കെ പാത്രീസോടെ ആൾക്കാരായി. അതോടെ കണ്ടപ്പോൾ അവർക്ക് സഹിക്കാൻ പാടില്ലാഞ്ഞിട്ടാണ് ഞങ്ങൾ 2 പേരെ കൊണ്ടുവരാന്ന് പറഞ്ഞു പോയത്. 2 പേരെ കൊണ്ടുവന്ന് മൊത്തം മോശമായി. ഇതുപോലെ വെക്കുന്നതെല്ലാം പിഴവാണ്. ഈ പിഴവിൽ നിന്ന് അവർക്കൊരു മോചനത്തിനുള്ള മാർഗമെന്ന് പറയുന്നത് ഈ ഓമല്ലു ബാബയുടെ കബറിക്ക് വന്ന് പ്രാർത്ഥിക്കുന്നതാണെന്ന് അവരുടെ സഭാ സെക്രട്ടറിക്ക് മനസ്സിലായിട്ടുണ്ട്. അവരുടെ സമുദായ സെക്രട്ടറിക്ക് ആ സത്യം മനസ്സിലായി. അതാണ് അദ്ദേഹം ഇവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞത്. തീർച്ചയായിട്ടും അന്ത്യോക്യ പാത്രീസ് ബാവ സഭയുടെ തലവനാണെന്ന് അംഗീകരിച്ച്, അന്ത്യോക്യയുടെ പാത്രീസ് ബാവ സഭയുടെ തലവനാണെന്ന് അംഗീകരിച്ച്, കത്തോലിക്ക കീഴ്സ്ഥാനിയാണെന്ന് ഏറ്റുപറഞ്ഞ്, മാർത്തോമായുടെ സിംഹാസനം ആലങ്കാരികമാണെന്ന് സമ്മതിച്ച് വരാമെങ്കിൽ നിങ്ങളുടെ പ്രശ്നം തീരും. ഞങ്ങൾക്ക് പിന്നെ മനസ്സമാധാനമായിട്ട് നടക്കാം. കാരണം ഇപ്പൊ നിങ്ങൾ ഈ ബഹളം ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ പുറകെ നടക്കണ്ടേ? ആ ഒരു ആശ്വാസമേ ഉള്ളൂ. പക്ഷേ ഞങ്ങളുടെ ആളുകൾക്ക് അന്ത്യോക്യയ്ക്ക് വേണ്ടിയിട്ട് ജീവൻ കൊടുക്കുവാൻ പോലും തയ്യാറുള്ള ജനതയാണിത്. അന്ത്യോക്യ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന വികാരം അത് ജീവന്റെ വികാരമാണ്. ജീവൻ കളയുവാൻ പോലും അന്ത്യോക്യയ്ക്ക് വേണ്ടി എന്ത് സഹിക്കുവാനും തയ്യാറുള്ള ഒരു ജനത്തോട് ഒതയ്ക്കുവാനായിട്ട്, വിശ്വാസത്തെ ബലികഴിച്ചുകൊണ്ട് ഒതയ്ക്കുവാൻ അതിനാരും ശ്രമിക്കരുത് എന്ന് വളരെ വിനയത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. എവിടെ ചെന്നാലും ഏത് മധ്യസ്ഥതയ്ക്ക് വന്നാലും തയ്യാറല്ല. എവിടെ ചെന്നാലും ഗുണ്ടായസം കാണിക്കുക എന്നുള്ളത് ഒരു സ്വഭാവമായി മാറിയിരിക്കുകയാണ്. ഇപ്പൊ ആലുവ ത്രക്കുന്ത് സെമിനാരിയിൽ ഇപ്പൊ ഒരു സെമിനാരി ഉണ്ടെന്നാ പറയുന്നത്. ആ സെമിനാരി താമസിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന പിള്ളേരെ കണ്ടു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു അച്ഛൻ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒരു സെമിനാരി വിദ്യാർത്ഥിയെ കണ്ടു. സെമിനാരി വിദ്യാർത്ഥിയെ കണ്ട് സംസാരിച്ചു. ആ സെമിനാരി വിദ്യാർത്ഥി പറഞ്ഞു, പ്രത്യേക പണിയൊന്നുമില്ല, നല്ല ശാപ്പാടടിക്കുക, പാത്രീസുകാരെല്ലാം മൻഡും നോക്കുക, വരുന്നുണ്ട് കൂവുക, ഇല്ലെങ്കിൽ കല്ലെടുത്തെറിയുക. ഇതാണ് അവരെ ഏൽപ്പിച്ചേക്കണ പണി. ഈ നമ്മുടെ അച്ഛൻ മിടുക്കനായതുകൊണ്ട് അച്ഛൻ മെത്രാങ്കക്ഷിയായിട്ട് അഭിനയിച്ചേ. അപ്പോ മെത്രാങ്കക്ഷിക്കാരെ ഏൽപ്പിച്ചിരിക്കുന്ന പണി ഇതാണ്. എന്നിട്ട് അത് സെമിനാരിയാണെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഈ സർക്കാർ ഇത് നോക്കുവാൻ ബാധ്യസ്ഥരാണ്. വിശുദ്ധന്മാർ ജീവിച്ചതായ ഭൂമി, വിശുദ്ധന്മാർ അന്തിയുറങ്ങിയതായ അരമന കെട്ടിടം ഇന്ന് മ്ലേച്ഛമാക്കുന്ന വിധത്തിൽ അവിടെ ആളുകൾ പ്രവർത്തിക്കുവാനായിട്ട്, ഗുണ്ടകളെ പ്രവർത്തിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നത് ഞങ്ങൾക്ക് ദുഃഖകരമാണ്. ആ വിധത്തിൽ മുൻപോട്ട് ഈ കാര്യങ്ങൾ പോകുന്നത് ഈ സഭയ്ക്ക് ഒരിക്കലും സഹിക്കുവാൻ സാധിക്കുകയില്ല. നല്ല മനുഷ്യർ പാർത്തിരുന്ന 4-7 നേരവും പ്രാർത്ഥന മുഴങ്ങിയിരുന്നതായ കെട്ടിടത്തിൽ അവിടെ ഇത് തുടരുവാനായിട്ട് നമുക്ക് അനുവദിക്കാൻ സാധിക്കില്ല. ആലുവായിലെ വലിയ തിരുമേനയുടെ ഓർമ്മ പെരുന്നാൾ ദിവസം ചർച്ചയുടെ മധ്യ അവരൊരിക്കൽ പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ബാവായുടെ കബറെങ്കിൽ, തിരുമേനയുടെ കബറെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ടിവിയിലൊക്കെ കണ്ടല്ലോ അവർ പ്രാർത്ഥിച്ചത് എവിടെയാണെന്ന്. 25-ാം തീയതി അവരുടെ സെമിനാരി കുർബാന കഴിഞ്ഞ് തിരിച്ചു വന്ന് വലിയ തിരുമേനയുടെ കബറെങ്കിൽ ഒരു തൂവ അവർ വെച്ചില്ല. അവര് തേപ്പലസെറ്റ് മെത്രാച്ചന്റെ ആ മുറ്റത്തുള്ളതായ കബറിൽ പോയി ധൂപം വെച്ചിട്ട് അവർ തിരിച്ചുപോയി. അവരെങ്ങനെ അകത്ത് കയറുന്നത്? കാരണം വലിയ തിരുമേനി കബറിനകത്ത് കിടന്ന് തൊഴുക്കി അവർക്കിട്ട്. വലിയ തിരുമേനി അവർ കയറ്റില്ല മുറിക്കകത്ത്. അതറിയാവുന്നത് കൊണ്ട് അവർ ആ മുറിക്കകത്തേക്ക് കയറാതെ പുറത്തു നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു തിരികെ പോയി. അവർ പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അവര് പ്രാർത്ഥിക്കുന്നുണ്ട്, അത് മതി, മറ്റാരും ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അദ്ദേഹത്തോടൊരു കാര്യം പറഞ്ഞു. ഈ കോനാട്ടച്ചൻ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, പീച്ചം കുറച്ച സാധനം, അതിനോട് ഞാനൊരു കാര്യം പറഞ്ഞു. എന്റെ കോനാട്ടച്ച അല്ലെങ്കിൽ എന്റെ ഇടയനാലച്ച ഒരു കാര്യമുള്ളത്, ഈ ലോകത്ത് ഒരുപാട് സിമിത്തേരികളുണ്ട്. ഇപ്പൊ ഈ പള്ളിയുടെ കിഴക്ക് വെച്ച് സിമിത്തേരിയുണ്ട്. ഇവിടെ ഇന്ന് 1000-കണക്കിന് ആളുകൾ വന്നിട്ടുണ്ട്. ആ സിമിത്തേരി കാണുമ്പോൾ നിങ്ങൾ കുരിശ് വരയ്ക്കും, പക്ഷെ നിങ്ങളുടെ ആരുടെയും കണ്ണു നിറയും. പക്ഷെ ഈ മിനിത്തോസ് തിരുമേനയുടെ കണ്ണു നിറയും. കാരണം തിരുമേനയുടെ കാർന്നവന്മാരവിടെ കിടക്കുന്നത്. തിരുമേനയ്ക്ക് ഈ സിമിട്രി കാണുമ്പോൾ തിരുമേനയുടെ കണ്ണു നിറയും, എന്റെ കണ്ണു നിറയില്ല. കാരണം തിരുമേനയുടെ കാർന്നവന്മാരവിടെ കിടക്കുന്നുണ്ട്. തോമസ് അച്ഛൻ അവിടെയുണ്ട്, അച്ഛന്റെ തിരുമേനയുടെ അമ്മ അവിടെയുണ്ട്. ആ കവർ കാണുമ്പോൾ അവർ കണ്ണു നിറയും. ഞാൻ ഒരുപാട് സിമിട്രികൾ ബസ്സിൽ പോകുമ്പോൾ കാണാം, പള്ളികളിൽ ചെല്ലുമ്പോൾ കാണാം. ഞാൻ ഓർക്കും, ദൈവമേ മരമതിനൊരു കർത്താവേ, പ്രാർത്ഥിച്ച് കടന്നു പോരും. പക്ഷെ ആരക്കുന്നം പള്ളിയുടെ സിമിട്രി ചെന്ന് എന്റെ അപ്പന്റെ കബറിൽ ചെല്ലുമ്പോ എന്റെ കണ്ണറിയാതെ നിറയും. കഴിഞ്ഞ 31-ാം തീയതി അപ്പച്ചന്റെ ഓർമ്മയായിരുന്നു. അവിടെ ചെന്നപ്പോ ഞാൻ അറിയാതെ നിന്ന് കണ്ണുനീര് വാർത്തു. കാരണം അവനവന്റെ അപ്പന്റെ അടുത്തേ സങ്കടം വരുള്ളൂ. അവനവന്റെ അപ്പന്റെ അടുത്തേ സങ്കടം വരൂ.
ആലുവയിലെ വലിയ തിരുമേനിന്റെ അടുത്ത് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെങ്കിൽ അത് തോമസ് പ്രഥമൻ ബാവായ്ക്കല്ലാതെ ദിദിമോസിന് എങ്ങനെ സാധിക്കും? ദിദിമോസിന് അവിടെ പോയി പ്രാർത്ഥിക്കുവാനുള്ള അവകാശം എന്താണ്? അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് തോമസ് പ്രഥമൻ ബാവ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത്. അടുത്ത വർഷം തീർച്ചയായും മക്കളെ നമുക്ക് ഒരുക്കത്തോടും പ്രാർത്ഥനയോടും കൂടെ ഇരിക്കാം. അവര് വന്ന് അവരുടെ സമയത്ത് പ്രാർത്ഥിച്ചു പൊക്കോട്ടെ. നമ്മുടെ 5 മണിക്കൂർ സമയം നമുക്ക് സ്വതന്ത്രമായി അവിടെ പ്രാർത്ഥിക്കുവാനും വിശുദ്ധ കുർബാന അർപ്പിക്കുവാനുള്ള സൗകര്യം അവിടെ ഉണ്ടായേ മതിയാകൂ. അത് ലഭിച്ചേ ഞങ്ങൾ അടങ്ങുമെന്ന് വളരെ വിനയത്തോടെ ബന്ധപ്പെട്ട് എല്ലാവരോടും പറയുകയാണ്. ഈ സർക്കാരിനോട് ഒരുപാട് ബഹുമാനമുണ്ട്. നമുക്കെതിരെ ഈ സർക്കാർ യാതൊന്നും ചെയ്തിട്ടില്ല. മറ്റ് പലപ്പോഴും പല ആളുകളും നമുക്കെതിരെ പലതും ചെയ്തിട്ടുണ്ട്. അത് സർക്കാരിന്റെ പരിവേഷത്തിലായിരുന്നില്ല, വ്യക്തിപരമായ പരിവേഷത്തിലായിരുന്നു. എത്രാം കക്ഷിക്കാരൻ മുഖ്യമന്ത്രിയായാലും അവൻ എന്തെങ്കിലും ചെയ്യും, അവന്റെ വഴിക്ക് ചെയ്യും. അത് കോൺഗ്രസ്സുകാർ കൊള്ളരാത്തവരായതുകൊണ്ടല്ല, അവൻ ജന്മനാ എത്രാം കക്ഷിക്കാരനായതുകൊണ്ടാണ്. അതിന് കോൺഗ്രസ്സുകാരുടെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കമ്മ്യൂണിസ്റ്റുകാരൻ എത്രാം കക്ഷിക്കാരനാണെങ്കിൽ ഒരുപക്ഷെ അവനും ചെയ്യും. പക്ഷെ കമ്മ്യൂണിസ്റ്റുകാരനും എത്രാം കക്ഷി ബാവാകക്ഷി ഒരുപോലെയാണ്. അതുകൊണ്ടാണ് അവര് പക്ഷം പിടിക്കാതെ സത്യം പറയുന്നത്. ഇനി മുമ്പോട്ടുള്ളതായ നാളുകളിൽ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ഒരുക്കത്തോടുകൂടെ ഇരിക്കാം. പരിശുദ്ധ അന്ത്യോഖ്യ സിംഹാസനത്തിന് അണുവിടെയെങ്കിലും എന്തെങ്കിലും കുറവ് സംഭവിക്കുന്ന, നമ്മുടെ വിശ്വാസ സംഹിതകൾക്ക് ഏതെങ്കിലും മാറ്റം സംഭവിക്കുന്ന ഒന്നിന് സമ്മതിക്കാതെ ഏത് വിട്ടുവീഴ്ചയ്ക്ക് നമ്മൾ തയ്യാറാണ്. വലിയ ഭണ്ണാരം കാണുന്നിടത്ത് പരുമലപ്പള്ളിയുടെ ആധാരത്തിൽ എഴുതിയിരിക്കുന്ന അന്ത്യോഖ്യ പാത്രികീസ് ബാവായ അനുസരിച്ച് നടക്കുന്ന യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനികളുടെ വേദപഠനത്തിന് വേണ്ടി എന്നാണ് ആധാരം. അതാണ്. നമുക്ക് നോക്കാം. നിങ്ങൾക്ക് മഞ്ഞനിക്കര കയറണമെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരാം. നമുക്ക് അങ്ങനെയൊക്കെ പെരുമാറും. അതില്ലെന്നല്ലേ? ഞങ്ങൾ പരുമലയ്ക്ക് വരാം, നിങ്ങൾ മഞ്ഞനിക്കരയ്ക്ക് വാ. നമുക്ക് അങ്ങനെയുള്ള വഴക്കുകളിലേക്ക് പോകാതെ ഉള്ളതുള്ളതുപോലെ സത്യം മനസ്സിലാക്കി ഒരേ ഒരു കാര്യം, ഈ രാജ്യത്തിന്റെ പരമോന്നത കോടതി പറഞ്ഞത് എനിക്കും നിനക്കും ബാധകമാണ്. അതാരെങ്കിലും അങ്ങനെ പറയരുത്. സെവറിസിന് പറയാണ്, കോടതി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പറയുന്നതാണ് ശരിയെന്ന് പറഞ്ഞാൽ അത് അഹങ്കാരമല്ലേ? കാര്യം അദ്ദേഹം ആർച്ച് ബിഷപ്പാണ്. പക്ഷെ അഹങ്കാരം പറഞ്ഞ അഹങ്കാരം എന്ന് പറയാണ്ടിരിക്കാൻ പറ്റും? തിരുവേനി അങ്ങനെ പറയത്തില്ല. ഞാൻ പറഞ്ഞത് ഈ ദിദിമോസ് കാതോലിക്കായി കോനാട്ടച്ചനോ അല്ലെങ്കിൽ ഈ ആളുകൾ ഈ രീതിയിലൊന്നും അല്ല പറയേണ്ടത്. സത്യം മനസ്സിലാകും. പുസ്തകം തുറന്ന് വായിക്കാനുള്ള വിദ്യാഭ്യാസം ഉണ്ടല്ലോ. ആ കേസിന്റെ അടുത്ത് വെച്ചൊന്ന് വായിച്ച് ഒന്ന് മനസ്സിലാക്കി വെച്ച് ഈ ജനത്തോട് പറയണത് ഇതൊക്കെയാണ് സംഭവം. അതല്ലാതെ കാണുന്നതൊക്കെ പിടിക്കണമെന്ന് പറഞ്ഞാല് പത്രികാ സെന്ററിന്റെ മുകളിലെ കുരിശ് വെച്ചിട്ടില്ലേ ഇപ്പോ, പുത്തൻകുരിശില്ലേ? അപ്പൊ ഞാനൊരു ദിവസം ബാവയോട് ചോദിച്ചു, ബാവ ഇതെന്താ കുരിശ് വെക്കാത്തെന്ന് ചോദിച്ചു. ബാവ ഒന്നും പറഞ്ഞില്ല. എനിക്ക് തോന്നുന്നു അവിടെ കുരിശ് വെച്ച് കഴിഞ്ഞാൽ അത് ഇവരുടെയാണെന്ന് പറഞ്ഞാലോ എന്ന് ഓർത്തായിരിക്കും. കുരിശ് കാണുന്നതൊക്കെ ഇവരുടെയാണ്. കാരണം ഈ ലോകത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കുരിശ് അവരാണല്ലോ. അപ്പൊ അവർക്ക് കാണുന്ന കുരിശൊക്കെ അവർക്ക് വേണമെന്നൊരു ചിന്തയാണ്. എല്ലാ കുരിശും തൊട്ടിലും ഇടിച്ചു കയറുകയാണ്. പിറവത്ത് വന്നേച്ച് അത് പൂട്ടിയിട്ടാണ് സ്ഥലത്ത് അവർക്ക് അരുതെന്ന് പറയുന്നിടത്ത് അവർക്ക് മേച്ചു കയറ്റാണ്. പിറവം പള്ളിയുടെ കുരിശടി അടിച്ചു തീർത്ത ഒരു മെത്രാച്ചനാണെന്ന് പറഞ്ഞാൽ എവിടെ ചെന്ന് നിൽക്കുന്നവരിപ്പോ? ഇവിടെ നമുക്ക് കൊള്ളൂല്ലാഞ്ഞിട്ട് എങ്ങനെ പോയി കിട്ടുമെന്ന് ഓർത്ത് നടന്നു. തമ്പുരാനത് കളഞ്ഞു തന്നു. അത് അവിടെ ചെന്ന് കയറിച്ചപ്പോ കുരിശ് പള്ളി തകർക്കുക, പള്ളിയിൽ ഇടിച്ചു കയറുക, ചങ്ങല പൊട്ടിച്ച് പള്ളിക്കകത്ത് കയറുക, ഇതൊക്കെയാണ് പരിപാടികൾ. ഞാൻ ഓർമ്മിപ്പിച്ചത്, സ്നേഹിക്കപ്പെട്ടവരെ, നമ്മൾ വഴക്കിന്റെ മാർഗത്തിലേക്കല്ല, ശത്രുതയുടെ പാതയിലുമല്ല, മഹാപരിശുദ്ധനായ ഓമല്ലൂർ ബാവ നമുക്ക് കാണിച്ചു തന്ന അനുഗ്രഹത്തിന്റെ പാതയിൽ നടക്കുവാൻ നമുക്കിടയാകട്ടെ. അന്ത്യോഖ്യയുടെയും കിഴക്കൊക്കെയുടെയും പരിശുദ്ധ പത്രോസിന്റെ ശ്ലൈഹിക സിംഹാസനം അത് നമ്മുടെ ജീവശ്വാസമാണ്. അതിനെ വിട്ടിട്ടുള്ളതായ യാതൊരു കാര്യത്തിനും നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് ആ സിംഹാസനത്തോട് ചേർന്ന് നിൽക്കുവാൻ താല്പര്യമുള്ള അവര് പറയുന്നത് അന്ത്യോഖ്യ പാത്രീസ് ഇവിടെ വന്ന് എല്ലാം കടത്തിക്കൊണ്ടു പോവുകയാണെന്നാണ്. എല്ലാം ഇപ്പൊ ഈ തിരുമേനി വന്നിട്ടുണ്ട്. നോക്കിക്കോ, ഈ സഭയില് ഏറ്റവും ചുരുങ്ങിയത് ഒരു 5 ലക്ഷം രൂപ ഈ സഭയ്ക്ക് കിട്ടി കൊടുത്തേച്ച തിരുമേനി പോവുള്ളൂ. പല സ്ഥാപനങ്ങളിലായിട്ട് സ്ഥലങ്ങളിലായിട്ട്. മലയക്കുരിശ് ദേറായില് കഴിഞ്ഞ വർഷം ഷീമയിൽ വന്ന ആളുകൾ വന്നു. അവിടുത്തെ പണി 1 മാസം വളരെ തകൃതിയായി നടക്കാനുള്ള സൗകര്യം ഉണ്ടായി. എന്നിട്ട് ഇവിടെ നിന്ന് അങ്ങ് കൊണ്ടുപോകാന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുപോണേന് ഇവിടെ നിന്ന് എന്നെ കൊടുത്തുവിടാനുള്ളത് റബ്ബറിന് കിലോ 60 രൂപ. എന്താ നമുക്ക് കൊടുത്തുവിടാനുള്ളത്? കുരുമുളകിന്റെ വില ഇടിഞ്ഞു പോയി, കൊപ്രായ്ക്ക് വിലയില്ല. പിന്നെ നമ്മളെന്തേ കൊടുത്തുവിടണത്? അവിടെ നിന്ന് കൊണ്ടുവന്ന് ഈ മനുഷ്യർ നമുക്ക് തരുന്നതല്ലാതെ ഞങ്ങളൊക്കെ പാത്രീസ് ബാവയുടെ അടുത്ത് ചെന്നാൽ അത്താനാസിനോട് ചോദിച്ചാലും അറിയാം, അല്ലെങ്കിൽ ഇരിക്കുന്ന തിരുമേനിമാർ ആരോട് ചോദിച്ചാലും അറിയാം. ഒരു മെത്രാച്ചൻ ഇവിടെ നിന്ന് ചെന്നാൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 50,000 രൂപ ബാവാക്കി ചെലവാണ്. ഒരു 50,000 രൂപ ഞങ്ങൾ ഒരു ദിവസം ചെല്ലുമ്പോൾ ചെലവാണ്, ഒരു പ്രാവശ്യം ചെന്നാലും. എന്നിട്ട് ഇവിടെ നിന്ന് കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇവരെന്താ കൊടുത്ത് വിട്ടേക്കണത്? അവിടെ നിന്ന് കൊണ്ടുവന്നതല്ലാതെ ഒന്നും കിട്ടിയിട്ടില്ല. അനുഗ്രഹിക്കപ്പെട്ടവര് നമ്മൾ അനുഗ്രഹീതമായ സഭാവിഭാഗമാണ്. കാരണം ഈ ഇരിക്കുന്ന പിതാവിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി.
ആ പിതാവിനെ ശ്രദ്ധിച്ചാൽ നിങ്ങളിപ്പോ യെരുശലേമിലെ തിരുമേനിയാണെന്നൊക്കെ മാത്രമേ കേട്ടോളൂ. യേശു തമ്പുരാൻ തന്റെ കൈകളിൽ അപ്പമെടുത്ത് വാഴ്ത്തി ശുദ്ധീകരിച്ചു. ഇത് പറഞ്ഞത് എവിടെ വെച്ചായിരുന്നു? സെഹിയോൻ മാളികയിലാണ്. ഈ തിരുമേനി 365 ദിവസം അന്തി ഉറങ്ങുന്നത് ആ മുറിയിലാണ്. എന്റെ കർത്താവ് കൈകളിൽ അപ്പമെടുത്ത മുറിയിൽ ഉറങ്ങുന്നതായ പിതാവിനെ അല്ലാണ്ട് കരേക്കൻ കാതോലിക്കായി കൊണ്ടുവരേണ്ട ഗതികേട് നമുക്കില്ല. നമ്മൾ കൊണ്ടുവരുന്നത് നല്ല തീർന്ന സാധനങ്ങളെയാണ്. സാക്ഷാൽ കറയില്ലാത്ത അന്ത്യോക്യയുടെ പാത്രികീസ്വാവ് വരും, സെഹിയോൻ മാളികയിൽ ഉറങ്ങുന്ന പിതാവ് വരും. ഇതുപോലുള്ള ബന്ധങ്ങളാണ് നമുക്കുള്ളത്. ഇത് കണ്ടാൽ അവരെങ്ങനെ സഹിക്കും? എങ്ങനെ സഹിക്കും ഇവര്? ഇനി ഇവര് ദലൈലാമയെ കൊണ്ടുവരുന്ന ദിവസം നോക്കിയിരുന്നാൽ മതി. കൊണ്ടുവരും ഇവരെവിടുന്നെങ്കിലുമൊക്കെ വിളിച്ച് ആരെങ്കിലും കൊണ്ട്. കാരണം എങ്ങനെയും പിടിച്ചു നിൽക്കണ്ടേ. പക്ഷെ ഈ സൈസ് മുതൽ അവരുടെ കയ്യിലില്ല. കറയില്ലാത്ത മുതലില്ലാത്തത് കൊണ്ടുള്ള ഒരു സങ്കടമാണ്. ഇതെന്തൊരു ഭാഗ്യമാണ് നമുക്കിത് കാണാൻ പറ്റുന്നത്. സത്യം പറഞ്ഞാല് ഞങ്ങൾ തിരുമേനിമാർ കൈസൂര് തരുവുള്ളൂ തിരുമേനി. എന്നാലും ഒന്ന് മുത്തിയാ കൊള്ളാന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം കർത്താവ് കൈകളിൽ അപ്പമെടുത്തു എന്ന് പറഞ്ഞെടുത്ത് ആ ഭിത്തിയെ തൊടുക, ആ ഭൂമി നടക്കുകയും ചെയ്യുന്ന ആ സെഹിയോൻ മാളികയുടെ അധികാരിയായി അന്ത്യോക്യ സിംഹാസനം ആക്കി വെച്ച പിതാവ്, അതൊന്ന് കാണുന്നത് തന്നെ ഞങ്ങൾക്ക് ഭാഗ്യമാണ്. ഈ മഹാഭാഗ്യം അവർക്കില്ലാതെ പോയി. ഈ ഭാഗ്യമൊക്കെ അവർക്ക് കിട്ടും. ഒറ്റ കാര്യം ചെയ്താൽ മതി. അന്ത്യോക്യ അപ്പനെ മറക്കാതിരുന്നാൽ മതി. അപ്പനാണെന്ന് പറയുന്നു. അപ്പനാണെന്ന് പറഞ്ഞാൽ മതി. വേറെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇതിപ്പോ ആരാ അപ്പനെന്ന് അറിയാൻ പാടില്ലാത്തതാണ് പ്രശ്നം വന്നത്. ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഞങ്ങളുടെ അപ്പൻ ആരാണെന്ന്. ഇത് അറിഞ്ഞുകൂടാത്തതാണ് ഇവിടുത്തെ പ്രശ്നം. അതുകൊണ്ടൊരു കാര്യം ചെയ്യ്, അത് വ്യക്തമായി ഒന്ന് അന്വേഷിച്ച്, പുസ്തകമൊക്കെ വായിച്ച് കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത് അന്വേഷിച്ച് അപ്പൻ ആരാണെന്ന് മനസ്സിലാക്കി, അതൊക്കെ ചോദിക്കേണ്ടിടത്ത് ചോദിച്ച് മനസ്സിലാക്കി വന്ന് അന്ത്യോക്യ പാത്രികീസ്വായുടെ കീഴില് അനുസരണത്തോടുകൂടെ നിന്ന് അനുഗ്രഹം പ്രാപിച്ചാല് എല്ലാം നടക്കും. ഈ തിരുമേനിയുടെ മഹാമനസ് നിങ്ങൾക്കറിയണോ? ദിദിമോസ് കാതോലിക്ക് യെരുശലേമിൽ ചെന്ന് വെച്ച് തിരുമേനി പറഞ്ഞു എനിക്കൊന്ന് കുർബാനയുള്ളൂ എന്ന് പറഞ്ഞു. ഉടനെ തിരുമേനി ആകെ വിഷമത്തിലായി. തിരുമേനി വിഷമിച്ച ഉടനെ നാട്ടിലേക്ക് വിളിച്ചു. നമ്മുടെ കാതോലിക്ക ബാവ വിളിച്ചു വെച്ചിട്ട് ഈ പുള്ളിയോട് വന്നിച്ച് ഇങ്ങനെ പറയും എന്നെ ചെയ്യേണ്ടെന്ന് ചോദിച്ചു. നമ്മുടെ ബാവ ഉടനെ പറഞ്ഞു ഒരു കാര്യം ചെയ്യുക, അദ്ദേഹം അവിടെ ഒരു വന്നതല്ലേ വാർദ്ധക്യത്തില്, അദ്ദേഹം ഒന്ന് കയറി ചൊല്ലിക്കോട്ടെ, ചെല്ലിച്ചിറങ്ങണ വഴി തിരുമേനി കാര്യം ചെയ്യണം, പൂർണ്ണമായ കൂദാശ നടത്തി ആ മദ്ബഹ ശുദ്ധീകരിക്കണം, ആ മദ്ബഹ കൂദാശ നടത്തിയേക്കണമെന്ന് പറഞ്ഞു. അത് ഇവരുടെ ഒരു സ്ഥലത്ത് നമ്മളെ കൊണ്ട് ചെയ്യിക്കും. അത് ഇവരുടെ സ്ഥലത്ത് ചെയ്യിക്കും. പക്ഷെ ഞങ്ങള് കാര്യം താടി നീണ്ടെങ്കിലും പ്രായത്തിൽ ചെറുപ്പമുള്ളതുകൊണ്ട് ഇരുത്തക്കുറവുള്ളതുകൊണ്ടും ബാവായോട് തിരുമേനിയൊക്കെ ഞങ്ങൾ പറഞ്ഞു മേലെ പണി നടക്കൂല എന്ന് പറഞ്ഞു. ഈ പണി ഇനി മേലെ നടക്കൂല എന്ന് പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ചെല്ലുമ്പോ യെരുശലേമിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു അച്ഛൻ വന്ന് അവിടെ നിൽക്കുകയാണ്. അച്ഛന് കുർബാനയുള്ള കോയമ്പത്തൂർ മദ്രാസിൽ നിന്ന് വന്നതാണ്. പറമ്പിൽ കയറുന്നത് ഓടിക്കോളാൻ പറഞ്ഞു. ഞങ്ങള് ഓടിച്ചാ പോകുന്നത്. ഇതുപോലെ എന്തിനാ ഒളിച്ചു കയറണത്, ഒളിച്ചു നടക്കണത്? നേരെ പറയാൽ അന്ത്യോക്യ പാത്രികീസ്വാ ഞങ്ങളുടെ അപ്പനാണെന്ന് സമ്മതിച്ചാൽ, അവിടെ നിന്നാണ് ഞങ്ങളുടെ കൈവപ്പെന്ന് സമ്മതിച്ചാൽ, അതാണ് ഞങ്ങളുടെ ഉറവിടമെന്ന് സമ്മതിച്ചാൽ, അവിടെയാണ് വട്ടശ്ശേരി തിരുമേനി പട്ടമേറ്റെന്ന് സമ്മതിച്ചാൽ, ഞാൻ കാപ്പയുടെ അകത്ത് കയറിയപ്പോ കണ്ടില്ലെന്നേ പുള്ളി കോടതി പറഞ്ഞ കാപ്പയ്ക്കകത്ത് കയറിയപ്പോ കണ്ടില്ലെന്ന്. കോടതിയുടെ നടപടിക്കകത്തുള്ളതാണ്, ഞാൻ വായിച്ചിട്ടുണ്ടത്. വട്ടശ്ശേരി കാതോലിക്കായിട്ട് വട്ടശ്ശേരി മെത്രാച്ചനോട് കോടതി ചോദിച്ചു, നിനക്ക് പട്ടം തന്ന അന്ത്യോക്യ പാത്രികീസ് അല്ലേ അങ്ങേക്ക് പട്ടം തന്നത്? കൃത്യമായിട്ട് അറിയാൻ പാടില്ല. എന്താ അത് കാരണം? നിങ്ങളുടെ തലേ കൈവച്ച അന്ത്യോക്യം. ഞാൻ അന്നേരം കാപ്പയ്ക്കകത്തായിരുന്നു. അപ്പൊ ആരാണ് തലയിൽ കൈവച്ചത് ഞാൻ കൃത്യമായിട്ട് കണ്ടില്ല എന്നത്. അവിടെയാണ് വളവ് തുടങ്ങിയത്. അവിടെ മുതൽ നിവരണം. അങ്ങനെ നിവർന്ന് ഒരുപാട് നിവർന്നാലേ അവർക്ക് ഈ ഭാഗ്യമൊക്കെ വരുള്ളൂ. അല്ലാണ്ട് ചുമ്മാ ഇരുന്നാൽ ഈ ഭാഗ്യം വരില്ല. കാര്യശരി എഴുതാൻ പത്രക്കാരുണ്ടാവും, കാശ് കൊടുത്താൽ കാണിക്കാൻ ടി വിക്കാരുണ്ടാവും, ഇതൊക്കെ കാണും. പക്ഷേ ഈ സൈസ് മുതലുണ്ടാവില്ല. അതുകൊണ്ട് അന്ത്യോക്യയുടെയും കിഴക്കൊക്കെയുടെയും പരിശുദ്ധ പത്രോസിന്റെ ശ്ലൈഹിക സിംഹാസനത്തിന് കീഴിൽ ഭാഗ്യമോടെ നമുക്ക് സന്തോഷമായി കഴിയുവാൻ, അനുഗ്രഹങ്ങൾ അനുഭവിച്ച് കഴിയുവാൻ ദൈവം തമ്പുരാൻ നമുക്കിടയാകട്ടെ. നമ്മുടെ ദേവാലയങ്ങളിൽ ആര് കയറി വന്നാലും, ഭരണത്തിനല്ലാതെ പ്രാർത്ഥിക്കാൻ ആര് വന്നാലും നമുക്കൊരു വിരോധമില്ല. പക്ഷേ 2002 ഭരണഘടന അനുസരിച്ച് ഞങ്ങൾ ജീവിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള, അത് അംഗീകരിച്ചിട്ടുള്ളതായ പള്ളികളില് ഇനി കയറാനായിട്ട് നോക്കരുത്. കാരണം പോലീസ് എസ്കോർട്ട് ചോദിച്ചു കൊടുത്തില്ല, മുഷ്ടിബലം കാണിക്കാൻ നോക്കി നടന്നില്ല, പിന്നെ 34 കാണിക്കാൻ നോക്കി നടന്നില്ല. ഇതെല്ലായിടത്തും മാറി നിൽക്കുകയാണ്. ഇതൊക്കെയാണ് സത്യമെന്ന് ഈ സമൂഹം അറിയുന്നുണ്ട്. കേരളത്തിലെ ജനതയ്ക്ക് ഇതിനെക്കുറിച്ച് ബോധ്യമായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും വെള്ളാപ്പള്ളി നടേശനും നാരായണ പണിക്കർക്കും വരെ അറിയാം ഇപ്പോ ആരാ നുണ പറയണേ, ആരാ സത്യം പറയണമെന്നുള്ള വിവരം. യാക്കോബക്കാർക്കും മാത്രമല്ല അറിയാവുന്നേ. എല്ലാ മനുഷ്യരും ഇത് ശ്രദ്ധിക്കുകയല്ലേ.
അതുകൊണ്ട് ഇനിയും ഈ മനുഷ്യരെയെല്ലാം മണ്ടന്മാരാക്കാൻ പുതിയ അഭ്യാസങ്ങളൊന്നും കാണിക്കാതെ സത്യത്തിലേക്ക് തിരിച്ചു വരുവാൻ അവർക്ക് സന്മനസ് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് വളരെ വിനയത്തോടെ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ശ്രേഷ്ഠ ബാവാ തിരുമേനി ഇപ്പോൾ അമേരിക്കൻ സന്ദർശനത്തിലാണ്. അതുപോലെ തന്നെ അഭിനന്ദ പിതാവായ മോർ ഗ്രിഗോറിയോസ് തിരുമേനി ദുബായിൽ ഓമല്ലൂർ ബാവായുടെ പെരുന്നാളിന് പോയിരിക്കുകയാണ്. അഭിനന്ദ പിതാവായ മോർ യൗസേബിയോസ് തിരുമേനി പ്രത്യേകിച്ച് പറഞ്ഞയച്ചു. ഈ തിരുമേനിമാരോടും ഇവിടെ കാണുന്നവരോടൊക്കെ പറയണം, പ്രസംഗിക്കാൻ ഞാൻ ഉണ്ടാകുമെന്ന് അറിയില്ല, അതുകൊണ്ട് എല്ലാവരോടും പറയണം, തിരുമേനി പനിയായിട്ടിരിക്കുന്നു, അതുകൊണ്ടാണ് വരാതിരുന്നത്, പനി മാറിയാൽ ഉടനെ കബറിൽ വരും. അതാണ് അഭിനന്ദ പിതാവായ മോർ ദിവന്നാസൂസ് തിരുമേനി പറഞ്ഞത്. 2-3 തിരുമേനിമാര് ഇങ്ങനെ സുഖമില്ലാത്ത സാഹചര്യത്തിലാണ് വരാത്തതെന്ന് പറഞ്ഞത്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് വളരെ വിനയത്തോട് ഓർമ്മിപ്പിക്കുന്ന ദൈവം അനുഗ്രഹിക്കട്ടെ.